പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ എൻ്റെ വിഷയം ഷിർക്ക് എന്നതാണ്. ഷിർക്ക് എന്നാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഷിർക്ക് എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. തൗഹീദിൻ്റെ വിപരീതമാണല്ലോ ഷിർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിക്കലാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഒരാൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് വിരുദ്ധമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് ഷിർക്കാകുന്നു. ഉദാഹരണത്തിന്, ഒരാൾ പറയുന്നു അള്ളാഹു സൃഷ്ടിക്കുന്ന പോലെ മറ്റൊരാൾക്ക് സൃഷ്ടിക്കുവാൻ കഴിവുണ്ട് എന്ന് പറയുക, അപ്പോൾ അത് ഷിർക്കാണ്. അള്ളാഹുവിനോടുള്ള ഒരു ഇബാദത്ത് ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഷിർക്കായി. കാരണം എന്താണ്? ഇബാദത്ത് എന്നാൽ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഉദാഹരണത്തിന് സുജൂദ്, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് ജാരത്തിനും മറ്റു പള്ളി മക്ബറകൾക്കും നൽകിപ്പോയാൽ അത് ഷിർക്കായി പോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, അവൻ ശരി ആണ് എന്നുള്ളതാണ്. എല്ലാം കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ എല്ലാ സന്ദർഭത്തിലും എവിടെ വെച്ചാലും എപ്പോൾ വിളിച്ചാലും അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ഒരാളുണ്ട് എന്ന് നാം വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചു കഴിഞ്ഞാലോ അത് ഷിർക്കിലേക്ക് പോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പകരം ഒരു പങ്കാളിയെ വെക്കുക, ഒരു പങ്കുകാരനെ വെക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. സൂറത്ത് ശുഅറായിൽ അള്ളാഹു പറയുന്നു, മുശ്രിക്കീങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് അവർ തർക്കിക്കുന്നതാണ് എന്നുള്ളത്. ഞങ്ങൾ അള്ളാഹുവിനെ തുല്യമാക്കി മറ്റുള്ളവരെ കരുതി വെച്ച് പോയി, അല്ലെങ്കിൽ അള്ളാഹുവിനെ തുല്യമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കണ്ടുപോയി. ഇവിടെ നിങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ആൾദൈവങ്ങളെയാണ്. ഈ പറയുന്ന മുശ്രിക്കീങ്ങളും അതുപോലെ ശിർക്ക് ചെയ്യുന്ന ആളുകളും അള്ളാഹുവിൻ്റെ കഴിവ് മുഴുവനും ഒരാൾക്കുണ്ട് എന്ന് പറയുവരായിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഏതോ ഒരു കഴിവ് ഈ പറയുന്ന ജ്യോത്സ്യനും ഉസ്താദുമാർക്കും ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് അവരുടെ വിശ്വാസം. അല്ലാതെ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അവർ പറയുന്നില്ല അള്ളാഹുവിനെ തുല്യമാക്കിക്കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിക്കുക, അള്ളാഹുവിൻ്റെ എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു പറയുന്ന ആളുകൾ പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം അള്ളാഹുവിൻ്റെ ഏതോ ഒരു കഴിവ് മാത്രമേ അവർക്കുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പല കാര്യങ്ങൾക്കും സങ്കടങ്ങൾ വന്നാലും മറ്റു എന്തെങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങൾ വന്നാൽ ഇവർ ജ്യോത്സ്യരെ കാണാൻ പോവുകയും അല്ലെങ്കിൽ ഉസ്താദുമാരെ കാണാൻ പോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഷിർക്ക് ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വൻപാപമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു സത്യവിശ്വാസിയും പോവാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു തആല നല്ല മാർഗം അള്ളാഹുവിൻ്റെ നല്ല മാർഗത്തിൽ നമുക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.